ഉടൻ തന്നെ ഒരു ലാൽ സിദ്ദിഖ് ചിത്രം പ്രതീക്ഷിക്കാം. ഡേറ്റ് തരികയാണെങ്കിൽ നമ്മൾ സാറിന് 21 വർഷമാണ്. ഇനി അടുത്ത 21 വർഷത്തിന് വേണ്ടി കാത്തിരിക്കണം. അതിന് സിനിമ ഉണ്ടാകണ്ടേ? ഇനിയും ഉടനെ തന്നെ പ്രതീക്ഷിക്കാന്ന് പറയുന്നതിൽ കാര്യമല്ല. എന്നാൽ സിദ്ദിഖ് വളരെയധികം സമയം എടുത്ത് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടൊരു സിനിമയല്ലേ ഉണ്ടാക്കേണ്ടത്. എപ്പോഴും അടുത്ത സിനിമയാണ് ഈ ചലഞ്ച് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു പോയി. അപ്പം തീർച്ചയായിട്ടും അതിനൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ സിനിമ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി സതീഷാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. ഒരുപക്ഷെ സതീഷിന്റെ ടെക്നിക്സ് ആണ് സിനിമയുടെ തുടക്കത്തിലെ നമ്മളെ ഒരു മാജിക് വേൾഡ് പോലെ തോന്നിപ്പിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ആദ്യത്തെ സീൻ കണ്ടപ്പോൾ തന്നെ ലാലേട്ടൻ ഇങ്ങനെ ഒരു പുറത്തിറങ്ങി നിന്ന് ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്ന പോലെ പെട്ടെന്നാണ് മനസ്സിലാകുന്നത് TV കാണുന്നതാണെന്നും. പിന്നീട് ഒരു റൂമിന് അച്ചോ തുറക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടുമ്പോൾ അപ്പോഴും നമ്മളൊരു വലിയ വാതിലും ആളെയൊക്കെ പ്രതീക്ഷിച്ചു. അപ്പോഴാണ് അതൊരു പരസ്യ ബോർഡാണെന്ന് മനസ്സിലാകുന്നത്. ഇതെല്ലാം നിങ്ങൾ കണ്ടാണ്, അതെല്ലാം സാറിന്റെ പേപ്പറിലുള്ള സാധനങ്ങൾ. എക്സ്ട്രാ ഒന്നും ചെയ്തില്ലെന്നാണോ പറയുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര മോഡസ്റ്റ് ആയിട്ടുള്ള ഷൈ ആയിരുന്നു. ഇവിടെ ഒന്നും ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ സംസാരിക്കും? സതീഷിൻ്റെ നമുക്ക് അത്ഭുതം എന്ന് പറയുന്ന എല്ലാവരും പറയുന്നത് സതീഷ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ഷൂട്ട് ചെയ്തത് ഏതാണ്, കേരളത്തിൽ ഷൂട്ട് ചെയ്തത് ഏതാണെന്ന് മനസ്സിലാവും. അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ നാടിനെ. അത് മാത്രമല്ല ഇവരെല്ലാവരും സുന്ദരനും സുന്ദരിമാരും ഒക്കെയാണ്. എങ്കിലും കുറച്ചുകൂടെ സൗന്ദര്യം തോന്നി അതില്, കുറച്ചുകൂടെ ഗ്ലാമറസ് ഉള്ളതിനേക്കാളും അങ്ങനെ എനിക്ക് തോന്നി. ഇപ്പം കേരളത്തിലെ പ്രൊജക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. ക്ലോസപ്പ് ഷോട്ടിലൊക്കെ സാർ ലാലങ്കളും പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നെ കൊണ്ടുപോയി കാണിക്കും ലാലങ്കളുടെ സീൻ. ഇത് കണ്ട, മോണിറ്ററിൽ കണ്ട, എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് ലൈറ്റ് പിടിക്കേണ്ടത്, അത് ഓരോ ഷോട്ടും എനിക്ക് വേണ്ടി അത്ര ഇൻട്രസ്റ്റ് എടുത്തു. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ഹിം ഫോർ ദാറ്റ്. അല്ല, തീർച്ചയായിട്ടും ഒരു സിനിമയിലെ ക്യാമറാമാൻ എന്ന് പറയുന്നതാണല്ലേ ഏറ്റവും പ്രധാനമായ ഘടകം. അയാൾ വഴിയല്ലേ നമ്മളിത് മുഴുവൻ കാണുന്നത്. അത്തരത്തിൽ സതീഷിൻ്റെ വർക്ക് വളരെ, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത സിനിമ പ്രണയമാണ്. പ്രണയത്തിലെ ബെസ്റ്റ് വർക്ക്സാണ് സതീഷ്. സിനിമയിൽ ഇപ്പം പറയാത്ത 2-3 പേരുടെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ഗണേശൻ അങ്ങനെ ഒരു റോൾ ഒരിക്കലും കൊടുക്കാൻ ആരും ധൈര്യപ്പെടില്ല. കാര്യം മമതയുടെ ഫാദറായിട്ടാണ്. പക്ഷെ അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു. കാര്യം എനിക്ക് തോന്നുന്നു ഒരു എന്താണ് ഒരു കമ്പനി നടത്തി അത് പൊളിയുന്നതിൻ്റെ എല്ലാ ഭാവങ്ങളും അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു. അതുപോലെയാണ് ശ്രീലത ചേച്ചി അസലായിട്ടുണ്ട്. അതായത് നമുക്ക് പഴയ ഫിലോമിന ചേച്ചിനെ തിരിച്ചു കിട്ടിയ പോലെ. അങ്ങനെ ഓരോ മണിയെ പേടിപ്പിക്കുന്നത്. പോകാൻ നേരത്തെ ഒരു പാട്ടും ചേച്ചിയുടെ ഒരു ഫീലാണ് ആ കാലഘട്ടത്തിന്റെ. ഇരുത്തമുള്ള ഒരു ക്യാരക്ടർ. നേരത്തെ മമതയെ കുറിച്ച് പറഞ്ഞു, പക്ഷെ മിത്രയാണ് എപ്പോഴും ഒരു മമത വേറെ രീതിയിൽ, പക്ഷെ മിത്ര വളരെ മെച്യൂർഡായിട്ടാണ് ഓരോ മൊമെന്റും. എല്ലാവരെയും വളരെ ബാലൻസ് ചെയ്ത് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എല്ലാരെയും കൊണ്ടുപോകാൻ ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട്. പക്ഷെ ഇതില് തുടക്കക്കാരന് ഒരു പ്രണയ സീൻ കൊടുത്തില്ല എന്നുള്ള എനിക്കൊരു പരാതി ഉണ്ട് കേട്ടോ. ആ പ്രണയം പോലും വളരെ പ്രണയമുണ്ട് അവരോട് ഒരു പരാതി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രണയമുണ്ട്, പക്ഷെ ഒരു പ്രണയ സീൻ സമയമില്ല. നമ്മള് ഫുൾ അങ്ങേരുടെ ക്യാരക്ടർ ഫോളോ ചെയ്യാറുണ്ട് ഫുൾ ടൈം. അപ്പോൾ അങ്ങേരെ പിന്നെ ചന്ദ്രബോസ് ഒന്ന് വഴക്ക് പറഞ്ഞാലോ പ്രണയമൊക്കെ ചെയ്യുന്ന സമയത്ത്, അപ്പൊ പേടിച്ചു പോയി. ആദ്യം ജീവിതം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് പ്രണയിക്കാനാണ് അതിനുള്ള തയ്യാറെടുപ്പാണ്. പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇനി മടങ്ങി വരുന്നത് നിങ്ങളുടെ കല്യാണത്തിനാണെന്ന്. അതെ, അതിന്റെ ഒരു എൻഡിലാണ് ഒരു നല്ല. അല്ല, ഈ സിനിമയുടെ ബേസിക് ആയിട്ടുള്ള ഭാവം എന്ന് പറയുന്ന പ്രണയം തന്നെയാണ്. ചന്ദ്രബോസും അച്ചുവായിട്ടുള്ള പ്രണയമാണ് കഥയുടെ. ഏതായാലും ഈ വിഷുക്കാലത്ത് വളരെ ഗംഭീരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു
ഒരു വിഷു സദ്യ കഴിച്ച, രാത്രിയിലും ഒരു വിഷു സദ്യ കഴിച്ച ഒരു ഫീലാണ് ലാലേട്ടനും മീരയും സിദ്ദിഖ് സാറും ഷാജുനും മിത്രയൊക്കെ കൂടെ ഒരുക്കിയത്. അതിന് താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം ഞങ്ങൾക്കും. റിപ്പോർട്ടർ TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും ഞങ്ങളുടെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ടീമിൻ്റെയും വിഷുദിനാശംസകൾ.